മുഹറം അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് UP സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ. ആഘോഷങ്ങളിൽ ആയുധം പ്രദർശിപ്പിക്കരുത്, ഉച്ചത്തിൽ DJ സംഗീതം പാടില്ല, തസ്യയുടെ ഉയരം നിശ്ചിത പരിധിയിൽ കവിയാൻ പാടില്ലെന്നും കർശന നിർദ്ദേശം നൽകുകയാണ് യോഗി സർക്കാർ. ആദർശ് ഒരിക്കൽ കൂടി ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ആദർശ്, ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്, ഒപ്പം മുഹറം വരുന്നു. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുന്ന ഘട്ടത്തിൽ വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ശക്തമായ നിർദ്ദേശങ്ങൾ UP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും ഈ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം മുഹറവുമായി ബന്ധപ്പെട്ട ഈ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഏത് രീതിയിലാണ് മുഹറത്തിൻ്റെ ആഘോഷ പരിപാടികൾ, തസിയയുടെ ഉയരം എത്ര വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അത് കൃത്യമായിട്ട് തന്നെ സർക്കാർ നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശത്തിലുണ്ട്. ഈ മുഹറം ആഘോഷിക്കുന്നതിനും ഒപ്പം തന്നെ അന്താരാഷ്ട്ര യോഗാ ദിനം എങ്ങനെ സംഘടിപ്പിക്കണം എന്നതിലുമെല്ലാം സർക്കാർ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മുഹറവുമായി ബന്ധപ്പെട്ട സംഘർഷം തടയുന്നതിനുള്ള ഒരു ശക്തമായ നടപടി തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജില്ലാ ഭരണാധികാരികൾക്കും, പ്രത്യേകിച്ച് ജില്ലാ കളക്ടർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് അത് ഗ്രാമപഞ്ചായത്തുകളിലും ഒപ്പം നഗരങ്ങളിലും ഒക്കെ വലിയ പരിപാടികളായിരിക്കും ഇക്കുറി സംഘടിപ്പിക്കുക എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് 20-ാം തീയതി എല്ലായിടത്തും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹറം ആഘോഷത്തിനൊക്കെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിക്കുന്നത്. ഗൗതം. ഓക്കെ ആദർശ്, വ്യക്തമാണ്. മുഹറം ആഘോഷങ്ങളുടെ ഭാഗമായി പലപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അക്രമങ്ങൾ നടക്കാറുണ്ട്. ഇത്തവണ മുഹറത്തിന് ശക്തമായ നിർദ്ദേശം യോഗി സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. മുഹറത്തിനൊപ്പമാണ് ഇത്തവണ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടക്കുന്നത്. അതിനാൽ തന്നെ ഇസ്ലാമിസ്റ്റുകൾ ഈ യോഗാ ദിനാചരണങ്ങൾക്കെതിരെ അനാവശ്യ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ കൂടിയാണ് UP സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കർശനമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ആദർശ് TS ആണ് വിവരങ്ങൾ നൽകിയത്.